പറഞ്ഞാണ് ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ ഈ കേരളത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നെന്നും നമ്മളുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ ആരും ഇന്നലെയാണ് 21 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് കണ്ടിരിക്കുന്നത്. ഞാനിതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്ന കാസ എന്ന് പറയുന്ന ഒരു സംഘടനക്കാണ്. കാരണം കാസയിലൂടെയാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞത്. കാസ തന്നെയാണ് മുനമ്പം വിഷയത്തിലും ഇടപെട്ട ഒരു സംഘടന. മുനമ്പം വിഷയം പുറത്തറിയിക്കാൻ ആദ്യം മുൻകൈ എടുത്തത് ജോഷി അച്ഛനോട് അറിയിക്കുന്നതും ദീപികയിൽ വരാൻ കാരണം കാസയുടെ കെവിൻ പീറ്ററാണ്. അപ്പോൾ അദ്ദേഹവും ഞങ്ങൾ അറിയിച്ചിരുന്നു. കാരണം നിങ്ങൾ പോകണം, നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ വേറൊരു മുഖമാണ് ഇവിടെ കടന്നു പോകുന്നത്. ഇപ്പം ഇങ്ങനെ മാർത്തോമ ഭവന്റെ ഭൂമി ഒരുപറ്റം ആൾക്കാർ ഒരു രാത്രിയിൽ കടന്നു കയറി റെഡിമെയ്ഡ് കെട്ടിടങ്ങൾ, മതിലുകൾ, അതായത് 60ഓളം മീറ്ററിലുള്ള മതിലുകൾ, ഈ മാർത്തോമ ഭവന്റെ 60 മീറ്ററോളം ഉള്ള മതിലുകൾ പൊളിച്ചുകൊണ്ട് അതിനകത്ത് ഒറ്റ രാത്രി കൊണ്ട് റെഡിമെയ്ഡ് കെട്ടിടം, അത് അവര് അവകാശപ്പെടുന്നത് ഈ ഭൂമി അവർക്കിടെ ആണെന്നുള്ള രീതിയിലാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇവിടുത്തെ രാജ്യത്തൊരു നിയമമുണ്ട്. ഇവിടെ പോലീസുണ്ട്, റവന്യൂ സംവിധാനമുണ്ട്, അതിന് മുകളിൽ കോടതിയുണ്ട്. ഇതിനൊന്നും പോകാതെ ഒരു അതിക്രമിച്ച് കയറിക്കൊണ്ട് ഈ ഭൂമി കയ്യേറ്റം ചെയ്തുകൊണ്ട് റെഡിമെയ്ഡ് കെട്ടിടം ഒറ്റ രാത്രി കൊണ്ട് ഒരു കെട്ടിടം പണിയുക എന്ന് പറഞ്ഞാൽ അതിന് ദുരൂഹതയുണ്ട്. നമസ്കാരം. കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെ മാർത്തോമ ഭവന്റെ ഭൂമി കയ്യേറിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലൊരു ചർച്ച വന്നിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുനമ്പൻ സമരസമിതി ഈ ഒരു സഭയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എന്താണ് ഈ ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്നുള്ളത്. നമസ്കാരം. പേരെന്തായിരുന്നു? ഫിലിപ്പ്. ചേട്ടാ, എന്താണ് അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ ഒരു പ്രശ്നം? എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, 40 വർഷമായിട്ട് അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു ഭൂമി ഈ കഴിഞ്ഞ 20 ദിവസം മുന്നാലെ ഒരു കൂട്ടം ആൾക്കാർ അതിക്രമിച്ച് കയറി മതിൽ പൊളിച്ചു, കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ഇത് അവരുടെ ഭൂമിയായിട്ട് ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം കണ്ടത്. അതായത് 40 വർഷമായിട്ട് കൈവശമുണ്ടായിരുന്ന ഭൂമി, വില കൊടുത്ത് വാങ്ങിയ ഒരു ഭൂമി അവരുടെ കയ്യേറി വേറൊരു കൂട്ടം ആൾക്കാർ ഇത് ഇവരുടെ ഭൂമിയാണെന്നും പറഞ്ഞുകൊണ്ട് അവകാശം സ്ഥാപിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ഇവിടുത്തെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? ഇവിടുത്തെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന്, കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും അറിയിക്കേണ്ടവരെല്ലാവരും അറിയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു കോടതിയിലിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇപ്പം ഞങ്ങൾ ഈ സുപ്പീരിയർ അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ അറിയുന്നത്. ഇത് കോടതി ഇരിക്കുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷേ കോടതി അവധിയായിരുന്ന ഒരു ദിവസം രാത്രിയാണ് ഈ കയ്യേറ്റം നടന്നിരിക്കുന്നത്. അവർക്ക് CCTV, അവർക്ക് എല്ലാ ദൃശ്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോലീസ് സാന്നിധ്യമുണ്ട്. അപ്പോൾ ഒരു കോടതിയിലിരിക്കുന്ന വിഷയമായത് കാരണം അതിനും അവർക്ക് സംസാരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിന് പുറത്താണ് ഇതുപോലൊരു വിഷയം നടന്നിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിനെ ഏത് തരത്തിലായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളുടെ ഒരു ചർച്ചയോ മറ്റുള്ള ഒരു പ്രതികരണങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? തീർത്തും അതൊരു വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നമ്മൾ അറിഞ്ഞാണ് ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ ഈ കേരളത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നെന്നും നമ്മളുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ ആരും ഇന്നലെയാണ് 21 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഏഷ്യാനെറ്റിൽ ഒരു ന്യൂസ് കണ്ടിരിക്കുന്നത്. ഞാനിതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്ന കാസ എന്ന് പറയുന്ന ഒരു സംഘടനക്കാണ്. കാരണം കാസയിലൂടെയാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞത്. കാസ തന്നെയാണ് മുനമ്പം വിഷയത്തിലും ഇടപെട്ട ഒരു സംഘടന. മുനമ്പം വിഷയം പുറത്തറിയിക്കാൻ ആദ്യം മുൻകൈ എടുത്തത് ജോഷി അച്ഛനോട് അറിയിക്കുന്നതും ദീപികയിൽ വരാൻ കാരണം കാസയുടെ കെവിൻ പീറ്ററാണ്. അപ്പോൾ അദ്ദേഹവും ഞങ്ങൾ അറിയിച്ചിരുന്നു. കാരണം നിങ്ങൾ പോകണം, നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ വേറൊരു മുഖമാണ് ഇവിടെ കടന്നു പോകുന്നത്. കയ്യേറ്റം തന്നെയാണ് ഇത്. എന്താ പറയണ, ശുദ്ധ തെമ്മാടിത്തരമാണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങളെ കയ്യേറാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ അവിടെ ഇരിക്കുന്ന കാരണം കയ്യേറാൻ പറ്റില്ല. അവർക്ക് വേറെ രീതികളിൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഫിസിക്കലി മതിൽ പൊളിച്ച് അകത്ത് കയറി അവരെ കൊണ്ടാവുന്ന കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളൊരു ശ്രമമാണ് നടന്നിരിക്കുന്നത്. ബാക്കി കോടതിയാണ് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ പോകണമെന്നുള്ളത്. ഇപ്പോൾ ഈ മുനമ്പത്തെ ഈ സമരസമിതി എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടുത്തെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? അവർക്ക് വളരെയേറെ സന്തോഷമായിരുന്നു. കാരണം അവർക്ക് മുനമ്പത്തു നിന്നാണ് വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞത്, സുപ്പീരിയർ അച്ഛനായിട്ടും മദേഴ്സിനെയും കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ വേറൊരു രീതിയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ കയ്യേറ്റങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളറിയാം. ഒരു കോടതി കേസും കൊണ്ട് പോകുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഏത് രീതിയിൽ ഇവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഞങ്ങൾ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എനി ടൈം അവൈലബിൾ ആണ്. അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് ഏത് രീതിയിലുള്ള സഹായങ്ങളാണ് വേണ്ടത്. കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ ചെറുത്ത് നിൽക്കാനുള്ളൊരു
കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഈ 3.5 വർഷത്തെ സമരത്തിലൂടെ ഞങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടേതായ കാര്യങ്ങൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് വളരെയേറെ സന്തോഷമായി ഞങ്ങളെപ്പോലുള്ള ഈ ഇപ്പോൾ ഒരു ചെറിയൊരു മത്സ്യത്തൊഴിലാളി കൂട്ടായ്മ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിൽ അത് ഞങ്ങൾക്ക് വളരെയേറെ അവരോടും ഞങ്ങളുടെ ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇനിയൊരു കയ്യേറ്റം കേരളത്തിൽ ഇങ്ങനെ നടക്കാനും പാടില്ലെന്ന്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു ചേട്ടാ? എൻ്റെ പേര് അനിൽ. ഓക്കെ ചേട്ടാ, ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വഖഫ് വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് വന്ന ആളുകൾ പലപ്പോഴായിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് മാറി നിൽക്കുന്നൊരു അവസ്ഥയുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത് മുനമ്പത്ത് സമരസമിതിയിലെ പ്രധാനികളെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളൊക്കെ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ മാർത്തോമ ഭവന്റെ ഭൂമി ഒരു പറ്റം ആൾക്കാർ ഒരു രാത്രിയിൽ കടന്നു കയറി റെഡിമെയ്ഡ് കെട്ടിടങ്ങൾ, മതിലുകൾ, അതായത് 60ഓളം മീറ്ററിലുള്ള മതിലുകൾ, ഈ മാർത്തോമ ഭവന്റെ 60 മീറ്ററോളം ഉള്ള മതിലുകൾ പൊളിച്ചുകൊണ്ട് അതിനകത്ത് ഒറ്റ രാത്രി കൊണ്ട് റെഡിമെയ്ഡ് കെട്ടിടം, അത് ഏതോ അവർ അവകാശപ്പെടുന്നത് ഈ ഭൂമി അവർക്കിടെ ആണെന്നുള്ള രീതിയിലാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇവിടുത്തെ രാജ്യത്തൊരു നിയമമുണ്ട്. ഇവിടെ പോലീസുണ്ട്, റവന്യൂ സംവിധാനമുണ്ട്, അതിന് മുകളിൽ കോടതിയുണ്ട്. ഇതിനൊന്നും പോകാതെ ഒരു അതിക്രമിച്ച് കയറിക്കൊണ്ട് ഈ ഭൂമി കയ്യേറ്റം ചെയ്തുകൊണ്ട് റെഡിമെയ്ഡ് കെട്ടിടം, ഒറ്റ രാത്രി കൊണ്ട് ഒരു കെട്ടിടം പണിയുക എന്ന് പറഞ്ഞാൽ അതിന് ദുരൂഹതയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ വന്നിട്ട് ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു വലിയ സംഭവം, ഇങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായി ഒരു റെഡിമെയ്ഡ് കെട്ടിടം സ്ഥാപിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ MP ഹൈബി ഈഡനെ ഇവിടെ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയോ അതിനെ ഈ പുരോഹിതന്മാരെ, ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുന്ന കാര്യം ചെയ്യണം. VD സതീശൻ, ഈ രാജീവ് മന്ത്രി, ഇവരൊക്കെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവരാണ്. അവരൊന്ന് ഇവിടെ സന്ദർശിക്കുകയോ ഇവിടെ ഉണ്ടായ ഈ പുരോഹിതന്മാരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു പരിഹാര വാക്ക്, ഒരു സാന്ത്വന വാക്ക് നൽകിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അച്ഛന്മാരുടെ ഭാഗത്തു നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഇത് എന്താണ് ഇതിന്റെ വാസ്തവം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇവിടെ ഈ ഇത്ര സംഭവം കടന്നു കയറി ഭൂമി കയ്യേറി പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞോട് യാതൊരു യോജിപ്പുമില്ല. അതിന്റെ വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് ഇനിയിപ്പോൾ അതിന്റെ നിയമ പോരാട്ടം കോടതിയിൽ നാളെയോ മറ്റന്നാളോ ഇതിന്റെ കേസ് നടക്കുന്നുണ്ട്. ഇതിന്റെ നിയമ പോരാട്ടം എന്തായാലും സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഞങ്ങൾ എന്തായാലും ഇത് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിന്റെ ഭാഗത്ത്, ഈ സ്ഥലം മാർത്തോമ ഭവന്റെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടത്തിന് ഞങ്ങളെല്ലാവരും അതിനൊപ്പം ഉണ്ടാവും. ഇപ്പോൾ ഇത് കേരളത്തിന് പുറത്താണ് ഇതുപോലത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇവിടെ ചിത്രീകരിക്കപ്പെടുക? കേരളത്തിന് പുറത്താണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ, മാധ്യമങ്ങൾ വാസ്തവത്തിൽ വലിയ വാർത്തയായിരിക്കും. അത് തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഉണ്ടാവുന്ന ചെറിയ വിഷയങ്ങൾ അത് BJP ഹിന്ദു അറിയുക എന്ന നിലക്ക് അതിനെ വലിയ രീതിയിൽ വാർത്ത കൊടുത്ത് കേരളത്തിലെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയെടുക്കുക, BJPയുടെ വളർച്ചയെ തടയുക എന്ന ഒറ്റ അജണ്ടയോടുകൂടിയാണ് കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ വിഷയം മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചാനലിലെ ഒരാഴ്ചയോളം ഇത് തന്നെയായിരിക്കും ചർച്ച. അത് ഇന്ന ആൾക്കാർ കയ്യേറി എന്നുള്ള രീതിയിൽ വലിയ വാർത്തയാക്കി പ്രചരിപ്പിക്കും.